Everyone is a Ferrari fan. Even if they are not, they are Ferrari fans. ഇത് ഞാൻ പറഞ്ഞല്ല, സെബാസ്റ്റ്യൻ വെറ്റൽ പറഞ്ഞതാണ്. ഐ എം ഓൾസോ എ ഫെറാറി ഫാൻ. ഫെറാരിക്ക് വേണ്ടി ആര് കാർ ഓടിച്ചാലും ഐ ഓട്ടോമാറ്റിക്കലി ബിക്കം ദെയർ ഫാൻ. ഈവൻ ഇഫ് നിക്കിത്ത മാസ്പിൻ ഓർ ലാൻഡ് സ്ട്രോൾ ഫെറാരിക്ക് വേണ്ടി കാർ ഓടിച്ചാൽ ഞാൻ ഒരു ഫാനാണ്. ഞാൻ ഇന്നേ വരെ ഒരു ഡ്രൈവറുടെ ഫാനായിട്ടില്ല. ഐ എം ഓൾവേസ് then now forever a Ferrari fan. So Barcelona GP finally Ferrari and Lewis Hamilton won a Grand Prix after 2024. 688 ദിവസങ്ങൾക്ക് ശേഷമാണ് ലൂയിസ് ഹാമിൽട്ടൺ ഫോർമുല 1 ഒരു റേസ് ജയിക്കുന്നത്, അതും ഫോർ ഫെറാറി. ഫെറാറിയുടെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ റേസ് വിൻ. ഓൾറെഡി സ്പ്രിന്റ് റേസ് ജയിച്ചിട്ടുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഫെറാറി 2024 മെക്സിക്കൻ GPക്ക് ശേഷം ഫെറാറിയുടെ ഫസ്റ്റ് റേസ് വിൻ. ഇന്നലെ ക്വാളിഫയിങ്ങിൽ വളരെ ചെറിയ 10th of സെക്കൻഡിലാണ് ഹാമിൽട്ടൺ P2 ആയി ഫിനിഷ് ചെയ്തു. ഓൾറെഡി ഹി വാസ് ഓൺ പേസ്. ഇന്നലെ ആ ക്വാളിഫയിങ് കഴിഞ്ഞപ്പോൾ ഹാമിൽട്ടൺ ഇൻ്റർവ്യൂവിൽ ഹാമിൽട്ടൺ പറഞ്ഞു, വി ഹാഡ് ചാൻസ് ടു വിൻ, സോ ദ അപ്ഗ്രേഡ്സ് വർക്ക് വെരി വെൽ. അത് തന്നെയായിരുന്നു ഇന്ന് സംഭവിച്ചത്. സോ ആ ഹാമിൽട്ടൺ പറഞ്ഞ പോലെ തന്നെ റേസിലും ഇന്ന് സംഭവിച്ചു. ഒരു ജംപ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാമിൽട്ടനും വെർസ്റ്റാപ്പനും സോഫ്റ്റ് എയറിൽ സ്റ്റാർട്ട് ചെയ്തത്. സോഫ്റ്റ് എയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കൺഫ്യൂഷൻ വന്നു. ഓൾറെഡി സ്ട്രാറ്റജി എന്തായാലും പിറ്റ് ചെയ്യണം, ഒരു 10 ലാപ്പ് 12 ലാപ്പ് കഴിഞ്ഞാൽ. സോ ഹാമിൽട്ടൺ ഹാഡ് ടു പിറ്റ്. പക്ഷെ പിറ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും റേസിൻ്റെ സിനാരിയോ തന്നെ മാറിയത്. പിറ്റ് ചെയ്തു, മീഡിയം ടയറിലേക്ക് മാറി. മീഡിയം ടയറിൽ ഹാമിൽട്ടൺ വാസ് ഫാസ്റ്റസ്റ്റ്. ഹി വാസ് ഔട്ട് ലാപ്പിംഗ് മെഴ്സിഡസ് ലാപ്പ് ബൈ ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് 15 സെക്കൻഡ് അദ്ദേഹം ഗെയിൻ ചെയ്തു മെഴ്സിഡസിന്. ഞാൻ ഗെയിൻ ചെയ്ത് ഓൾമോസ്റ്റ് അടുത്തെത്തിയപ്പോൾ മെഴ്സിഡസ് പിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ടൈമിൽ ഓൾറെഡി അറിയാം മീഡിയ ആണ്, അഗെയിൻ പിറ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പോഴാണ് ഒരു ദേഹദൂതനെ പോലെ അലോൺസോ ക്രാഷ് ആവുന്നതും അലോൺസോ റിട്ടയർ ആവുന്നതും അഗെയിൻ വീഴ്ച സേഫ്റ്റി കാർ വരുന്നതും. ഹാമിൽട്ടൺ ഒരു ഫ്രീ പിറ്റ് സ്റ്റോപ്പ് പോലെ കിട്ടി. ഹാമിൽട്ടൺ ഹാർഡ് ടയറിലോട്ട് മാറി. ഹാർഡ് ടയറിൽ ഹാമിൽട്ടൺ ടുക്ക് ദ ലീഡ് അവേ ഫ്രം റസൽ. ബട്ട് അവരുടെ ടയർ ഓൾറെഡി ഓർഡർ ആയിരുന്നു. ഹാമിൽട്ടൺ വാസ് ഓൺ ദ ഫ്രഷർ ടയേഴ്സ്. ഹാമിൽട്ടൺ ടുക്ക് ദ ലീഡ് ആൻഡ് ഹി ജസ്റ്റ് റാൻ അവേ ഫ്രം മെഴ്സിഡസ്, ദി ചേസിങ് മെഴ്സിഡസ്. സോ ഹാമിൽട്ടൺ റേസ് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 15 സെക്കൻഡ് ലീഡ് ഹാമിൽട്ടൺ മെയിൻറ്റെയിൻ ചെയ്തു. സോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എപ്പോഴും നമ്മൾ പറയാൻ ചാൻസ് കിട്ടാറില്ല. ടുഡേ ഫെറാറി സ്ട്രാറ്റജി വാസ് ഓൺ ടോപ്പ് നോച്ച്. അത് നമുക്ക് ഒരു 2 വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇന്നാണ് അത് ദിവസം. നോ ഹെക്സ ഫോർ കിമി ആന്റോണലി. കിമി ആന്റോണലി അൺഫോർച്ചുനേറ്റ്ലി റേസ് തീരാൻ ഒരു 4 ലാപ്പ് മുമ്പ് റിട്ടയർ ചെയ്യേണ്ടി വന്നു. സം ഇഷ്യൂസ് വിത്ത് ഹിസ് ഫ്രണ്ട് വിങ് ആൻഡ് ഓൾസോ പവർ ആൻഡ് പുവർ ഷാർൾസ് ലെക്ലർക്ക്. എന്താ പറയുക, ഓൾറെഡി ക്വാളിഫയിങ്ങിൽ ഹി വാസ് ഓൾസോ ഫാസ്റ്റസ്റ്റ്. ഞാൻ വിചാരിച്ചു ചാൾസ് ആയിരിക്കും കുറച്ചുകൂടെ ബാക്കി മെഴ്സിഡസിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നുള്ളത്. പക്ഷേ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം പുള്ളിയുടെ കാറിന് ഡാമേജ് ഉണ്ടായി. ഇപ്പോൾ റേസിലും പുള്ളിക്ക് അധികം പേസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് പുള്ളിയും റിട്ടയർ ചെയ്യേണ്ടി വന്നു റേസ് തീരുന്നതിന് മുമ്പ്. ആൻഡ് ഹാമിൽട്ടൺ P1, റസൽ P2 ആൻഡ് നോറിസ് P3. ഒരു ഓൾ ബ്രിട്ടീഷ് പോഡിയമായിരുന്നു. ആൻഡ് വെരി ഹാപ്പി ഫോർ ഹാമിൽട്ടൺ. ഫൈനലി ഹീ got that victory with Ferrari. Already he won with McLaren and Mercedes. So number 106 on the board for the legendary Lewis Hamilton.